ചേട്ടാ, കേരളത്തിൽ ഗാർഹിക പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. അതിലേറ്റവും ഒടുവിലായി നടന്നത് ഷാർജയിൽ നടന്ന കൊല്ലം സ്വദേശിനി അതുല്യ സതീഷിന്റെ മരണമായിരുന്നു. ആത്മഹത്യയാണ്. അത് ഈ കഴിഞ്ഞ ശനിയാഴ്ചയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്തുകൊണ്ടായിരിക്കും ചേട്ടാ വിവാഹം കഴിഞ്ഞ ഈ സ്ത്രീകളുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നത്? ഇക്കഴിഞ്ഞ 19-ാം തീയതിയാണ് ഷാർജ റോളയിലെ താമസ സ്ഥലത്ത് അതുല്യ സതീഷ് 30 വയസ്സുകാരിയായ കൊല്ലം തേവലക്കര സ്വദേശിനിയാണ് അതുല്യ. ഭർത്താവിനൊപ്പം ദീർഘനാളായി ഷാർജയിലാണ് താമസിക്കുന്നത്. 3 മാസം മുൻപാണ് ഇവർ ഷാർജയിലേക്ക് വരുന്നത്. അതിനു മുൻപ് ദുബായിലായിരുന്നു. അങ്ങനെ ഇവരുടെ വിവാഹം നടക്കുന്നത് ഈ സതീഷ് ശങ്കർ എന്ന കൊല്ലം ശാസ്താംകോട്ട സ്വദേശിയുമായിട്ട് ഈ അതുല്യയുടെ വിവാഹം നടക്കുന്നത് 2014-ലാണ്. അന്ന് 43 പവനും ഒരു ഇരുചക്ര വാഹനവും സ്ത്രീധനമായി നൽകിയാണ് ഈ അതുല്യയെ സതീഷിന് വിവാഹം ചെയ്തു കൊടുക്കുന്നത്. അതിനുശേഷം ഈ സതീഷ് എന്ന് പറയുന്ന വ്യക്തി ദുബായിൽ ഷാർജയിലെ അരോമ കൺസ്ട്രക്ഷൻ കമ്പനി എന്ന് പറയുന്നൊരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലി ചെയ്ത് വരികയാണ്. ഇയാൾക്ക് 1 ലക്ഷം രൂപയോടടുത്ത് മാസശമ്പളം ഉണ്ടെന്നാണ് കരുതുന്നത്. അപ്പോൾ അത്തരത്തിൽ വിദേശ ജോലി ചെയ്യുന്ന ഒരാൾക്ക് മകളെ വിവാഹം ചെയ്തു കൊടുത്തു. അവരവരുടെ കർത്തവ്യം പൂർത്തിയാക്കി എന്ന് കരുതി. അങ്ങനെ ദീർഘനാളായി ആ വിവാഹശേഷം 2014 ശേഷം ഇങ്ങോട്ട് ആ സ്ത്രീ നേരിട്ട പീഡനങ്ങൾക്ക് കണക്കില്ല. അതിൽ പലതും ഇപ്പോൾ വീഡിയോ ദൃശ്യങ്ങളായിട്ട് പുറത്തു വരുന്നതിന് പിന്നാലെ നമ്മുടെ നാട്ടിലെ ഏത് ഗാർഹിക പീഡനങ്ങളെ തുടർന്നുള്ള ആത്മഹത്യയോ കൊലപാതകങ്ങളോ ഒക്കെ നടന്നാലും ഇതിലിരയാക്കപ്പെട്ട സ്ത്രീക്കൊപ്പം വളരെ വലിയൊരു ജനസഞ്ചയമാണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ ഇത്തരത്തിൽ പ്രതിഷേധം ഉയർത്തുന്ന ആളുകൾ അവരുടെ വീട്ടിലും ചെയ്യുന്നത് ഏകദേശം ഇതേപോലെയാണ്. കുറേ നാളുകൾക്ക് മുൻപാണ് ജയ 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 ഹേ എന്ന് പറയുന്ന ഒരു സിനിമ മലയാളത്തിലായിട്ട് പുറത്തിറങ്ങിയ. അതിൻ്റെ ശരിക്കും വളരെ പ്രസക്തമായ ഒരു സിനിമയാണ്. അതിലെ നായിക കഥാപാത്രം സ്വന്തമായിട്ടൊരു സ്പേസ് തരാത്ത ഒരു നായകനെ വിവാഹം കഴിക്കുന്നു. അതിനുശേഷം അവരുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും തുടർന്ന് ആ കുട്ടി ഒരു ഡിവോഴ്സിനൊക്കെ തീരുമാനിക്കുന്ന സമയത്ത് ആ വീട്ടുകാർ അവർക്ക് കൊടുക്കുന്ന മെൻ്റൽ സപ്പോർട്ടൊക്കെയാണ് ആ സിനിമയുടെ പ്രമേയം. അപ്പോൾ ഈ ഒരു സിനിമ വളരെ പ്രസക്തമാണ്. അതുപോലെ തന്നെയാണ് ഇത് കൊല്ലം ജില്ല പശ്ചാത്തലമാക്കി വന്നൊരു സിനിമയാണ്. അത് കൊല്ലം ജില്ലയിൽ ഇത്തരത്തിലുള്ള പല സംഭവങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നടന്ന ഇത്തരത്തിൽ ഷാർജയിൽ തന്നെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടയിൽ നടന്ന 2 മരണങ്ങൾ. ഒന്ന് കൊല്ലം കേരളപുരം സ്വദേശിനിയായ വിഭഞ്ചിക ഭർത്താവിൽ നിന്ന് നേരിട്ട മാനസിക പീഡനങ്ങളെ തുടർന്ന് 1.5 വയസ്സുള്ള മകളോടൊപ്പം, വൈഭവി എന്നാണ് ആ മകളുടെ പേര്, 1.5 വയസ്സുള്ള മകളോടൊപ്പം തൂങ്ങി മരിക്കാനും മാത്രം ആ കുട്ടി ആ ഒരു വീട്ടിൽ അനുഭവിക്കുമെങ്കിൽ അതിനൊക്കെ ഈ 18 വയസ്സ് വരെ ഒരു മകളെ വളർത്തി അതിനുശേഷം ഒരു കമ്പോളത്തിലേക്ക് ഇറക്കി വിടുകയാണ് കേരളത്തിലെ മാതാപിതാക്കൾ. അവർ 18 വയസ്സ് കഴിഞ്ഞാൽ പുഴ നിറഞ്ഞു നിൽക്കുന്ന മകളെ ആരുടെയെങ്കിലും കയ്യിലേൽപ്പിച്ച് കൊടുക്കണം എന്നുള്ള ഒരു പരമ്പരാഗത ചിന്തയുണ്ട്. ഇപ്പോൾ ആ കുട്ടികൾ ഒരു ജോലി ചെയ്ത് സ്വന്തം കാലിൽ നിന്നതിന് ശേഷം സ്വന്തമായിട്ട് തങ്ങൾക്ക് പൊരുത്തപ്പെടാൻ സാധിക്കുന്നൊരു പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് പണ്ടേ മാറേണ്ടിയിരുന്നതാണ്. ഇപ്പോഴും 18 വയസ്സ് കഴിഞ്ഞാൽ ആ ഒരു വിവാഹം എന്ന് പറയുന്നത് ഒരു വലിയ കമ്പോളമാണ്. അവിടെ ഒരു അറവുമാടായിട്ട് മാത്രം നിൽക്കാനാണ് കേരളത്തിലെ ഇപ്പോഴുമുള്ള സ്ത്രീകളുടെ അവസ്ഥ. അതിനുശേഷം വിലപേശലാണ്. സ്ത്രീധനം ഇത്ര കിട്ടിയാൽ ഞാൻ കെട്ടാം, അല്ലെങ്കിൽ സ്ത്രീധനം കുറഞ്ഞു പോയതിൻ്റെ പേരിൽ തർക്കം. ഇപ്പോൾ ഈ മരണപ്പെട്ട അതുല്യയ്ക്ക് 2014 നടന്ന വിവാഹത്തിന് ഏകദേശം 43 പവൻ സ്വർണവും ഒരു ഇരുചക്ര വാഹനവുമാണ് സ്ത്രീധനമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിനുശേഷം ഇയാൾ കാറ് വേണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടു എന്നൊക്കെയാണ് ഇപ്പോൾ ഈ കുടുംബം പറയുന്നത്. ഈ കുടുംബത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഈ അതുല്യയുടെ മരണശേഷം ഈ മാതാവിൻ്റെയും പിതാവിൻ്റെയും പ്രതികരണം കാണുമ്പോൾ നമുക്ക് തന്നെ അവരോടാണ് ശരിക്കും ഈ യുവതിയുടെ മരണത്തിന് ഉത്തരവാദി ശരിക്കും ആ ഒരു പിതാവും മാതാവിനും ആ ഒരു മരണത്തിൽ പങ്കുണ്ട്. തീർച്ചയായിട്ടും അവർ ഇപ്പോൾ കെട്ടിച്ചു വിട്ടതിന് ശേഷം മകൾ ഭർത്തൃ വീട്ടിൽ എന്തെങ്കിലും അസ്വാഭാവികമായ കാര്യങ്ങൾ നേരിടുകയാണെങ്കിൽ, ഭർത്താവിൽ നിന്ന് സഹിക്കാൻ വയ്യാത്ത പീഡനങ്ങൾ നേരിടുകയാണെങ്കിൽ വീട്ടിലേക്ക് വിളിച്ചാൽ എന്തായിരിക്കും ഒരു സാധാരണപ്പെട്ട കേരളത്തിലെ ഒരു സാമൂഹിക ചുറ്റുപാടിലെ ഒരു വീട്ടിൽ നിന്നുള്ള പ്രതികരണം എങ്ങനെയായിരിക്കും? നമ്മുടെ ജീവിതം ഇങ്ങനെയാണ്, അതിനോടനുസരിച്ച് നമ്മൾ പൊരുത്തപ്പെടണം. പലതും എല്ലാത്തിലും ഒരു സഹനജീവിയായി മാത്രമേ സ്ത്രീയെ കണ്ടിട്ടുള്ളൂ. ആ സ്ത്രീ തിരിച്ചൊന്ന് പ്രതിരോധിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ വീട്ടുകാർ പോലും ഭർത്താവിനെ ഒരു സ്ത്രീ മാനസികമായിട്ടും ശാരീരികമായും പീഡിപ്പിച്ച് അത്തരത്തിൽ ചെറിയ അപൂർവമായിട്ട് കേസുകളൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷേ ഈ സ്ത്രീകളാണ് മെജോറിറ്റി ആയിട്ടും ഇവിടെ വിക്ടിംസ്. അവരെല്ലാം സഹിച്ചും ക്ഷമിച്ചുമൊക്കെ ആ കുടുംബ ജീവിതത്തിലെ താളപ്പിഴകളിൽ നിന്ന് ആ കുടുംബം കരകയറ്റി മുന്നോട്ട് പോകാൻ ശ്രമിക്കണം.
അവിടെ അവർക്ക് നേരിടുന്ന വെല്ലുവിളികൾ അവരുടെ മാത്രം ജീവിതത്തിലെ സ്വകാര്യ ദുഃഖങ്ങൾ മാത്രമായി അവശേഷിക്കും. അതിൽ മൂന്നാമതൊരാൾക്ക് ഈ 18 വയസ്സ് കഴിഞ്ഞ് മറ്റൊരാളുടെ കയ്യിലേൽപ്പിച്ച് കൊടുത്ത ആ ഒരു മാതാപിതാക്കളോ സഹോദരനോ ആരും ആ ഒരു കുടുംബജീവിതത്തിലെ താളപ്പിഴകൾ പരിഹരിക്കാനോ ആ ദുഃഖത്തിൽ നിന്ന് അവളെ എങ്ങനെയാണ് ആ ഒരു പ്രശ്നം പരിഹരിക്കേണ്ടതെന്നുള്ള ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാനോ ആരും ചെല്ലാറില്ല. വളരെ അപൂർവമായിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ആ കുടുംബം വളരെ അവരുടെ മകളുടെ കാര്യത്തിൽ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന, മകളെ സ്നേഹിക്കുന്ന ഒരു കുടുംബമാണെന്ന് മനസ്സിലാക്കണം. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പലവട്ടം അതുല്യ ഈ ഭർത്താവിൽ നിന്ന് നേരിടുന്ന പീഡനങ്ങൾ, ഈ ഷാർജയിൽ തന്നെയാണ് അതുല്യയുടെ സഹോദരി താമസിക്കുന്നത്. ഭർത്താവിനോടൊപ്പമാണ് ആ സ്ത്രീയും താമസിക്കുന്നത്. അപ്പോൾ പലവട്ടം ഈ ഭർത്താവിൽ നിന്ന് നേരിട്ട പീഡനങ്ങൾ ദൃശ്യങ്ങൾ സഹിതം സഹോദരിക്ക് അയച്ചു കൊടുത്താണ്, മാതാവിനും പിതാവിനും ഒക്കെ അയച്ചു കൊടുത്താണ്. ഇവർ മരണശേഷം മാധ്യമങ്ങളോടടക്കം പറയുന്നത് അവൻ അവളെ സ്ഥിരമായി മർദ്ദിക്കാറുണ്ടായിരുന്നു, എപ്പോഴും എന്നെ വിളിച്ച് സങ്കടം പറയാറുണ്ടായിരുന്നു. ഈ സങ്കടം പറഞ്ഞാൽ എന്തിനാണ് സ്വന്തം മകളെ 18 വയസ്സ് പൂർത്തിയാകുന്നത് വരെ തങ്ങളോടൊപ്പം നിർത്തി തങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ കൂടെ നിന്ന ഒരു മകൾ ഒരു അന്യ വീട്ടിൽ അന്യയായി ഉപദ്രവിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വിളിച്ചു നിർത്തി വീട്ടിൽ കൊണ്ടുവരാൻ, വീട്ടിൽ വിവാഹമോചിതയായ സ്ത്രീകൾ വീട്ടിലേക്ക് വന്ന് നിൽക്കുമ്പോൾ എന്താണ് വീട്ടുകാർക്കടക്കം കിടപ്പ് മുറിയിലെ അമ്മ പരാതി പറയും. വിവാഹ സമയത്ത് കെട്ടിച്ചു വിട്ടതിൻ്റെ പ്രാരാബ്ദം അച്ഛൻ പറയും. സ്ത്രീധനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കടബാധ്യത പേര് നടക്കുന്ന സഹോദരൻ്റെ വാക്ക് കേൾക്കണം. ഇതെല്ലാം കേൾക്കുന്നതിനേക്കാൾ നല്ലത് ആ വീട്ടിൽ ക്ഷമിച്ചും സഹിച്ചുമൊക്കെ നിൽക്കുക. അതിൽ പരിധി വിടുമ്പോഴാണ് ഒരിക്കലും ജീവിക്കാൻ സാധിക്കില്ല എന്നൊരു ബോധ്യത്തിലാണ് ഈ ആത്മഹത്യ ചെയ്യാനൊക്കെ തീരുമാനിക്കുന്നത്. വിഭജികയുടെ കാര്യത്തിലും ആ ഒരു പൊടി കുഞ്ഞിനെയും കൊണ്ടാണ് അവൾ മരണത്തിലേക്ക് പോയത്. അവിടെ ഒരു ഭർത്താവ് തന്നെയാണ് അതിലും പ്രതി. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്ന കാര്യത്തിലും സതീഷാണ് ഇതിനകത്ത് പ്രതിസ്ഥാനത്ത് വരുന്നത്. സതീഷ് മാത്രമല്ല, നമ്മൾ പറയുന്നു ആ കുട്ടിയുടെ അച്ഛനും കുടുംബം അടക്കം ഇവളെ മരണത്തിലേക്ക് തള്ളിവിട്ടതിൽ പ്രധാനികളാണ്. അത് പറയുമ്പോൾ പലരും പറയും ഭർത്താവ് മാത്രമാണ് എന്ന് പറഞ്ഞാൽ അയാൾ അവിടെ നിന്ന് പുറത്തു വരുന്ന വീഡിയോ ദൃശ്യങ്ങൾ കാണുക. അതിൽ നമ്മുടെ ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന സിനിമയിൽ മീന അവതരിപ്പിക്കുന്ന കഥാപാത്രം വിവാഹശേഷം ഭർത്താവ് ഒരു മാനസിക വിഭ്രാന്തി, ഗ്യാസ് ഒക്കെ വലിച്ചു കയറ്റിക്കൊണ്ടുള്ള മാനസിക വിഭ്രാന്തി കാണിക്കില്ലേ, അതേപോലെയാണ് ഇയാൾ മദ്യപിച്ചതിന് ശേഷം ആ വീട്ടിൽ കാണിച്ചു കൂട്ടുന്നത്. അതൊരിക്കലും ഒരു സ്ത്രീക്ക് സഹിക്കാൻ പറ്റില്ല. 2014 വിവാഹം കഴിഞ്ഞതാണെങ്കിലും അന്നോട്ട് ഇന്നോളം അയാൾ അവിടെ കാണിച്ചു വന്നിരുന്ന ക്രൂരത, അത് ഒരുപക്ഷെ പിന്നീടൊരു 11 വർഷം കഴിയുന്നു ആ ഒരു വിവാഹം കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ നീണ്ട കാലയളവിനിടെ ഭർത്താവിൽ നിന്ന് നേരിട്ട പീഡനങ്ങളുടെ ഒരു ദുരനുഭവം ഒടുവിൽ ഒരിക്കലും ജീവിക്കാൻ സാധിക്കില്ല. ഇത്ര കാലം ആ കുട്ടി പിടിച്ചു നിന്നത്, ആ സ്ത്രീ പിടിച്ചു നിന്നത് 10 വയസ്സുകാരിയായ ഒരു മകളുണ്ട്. ഈ മകൾ 3 മാസം മുൻപാണ് അമ്മയോടും അച്ഛനോടുമൊപ്പം ഷാർജയിലേക്ക് പോകുന്നത്. ഇവർ ദുബായിലായിരുന്നു 2 വർഷം. അതിനുശേഷം ഈ 3 മാസങ്ങൾക്ക് മുൻപാണ് ഷാർജയിൽ റോളയിൽ ഒരു പുതിയ താമസ സ്ഥലത്തേക്ക് വരുന്നത്. അപ്പോൾ മകൾ 3 മാസം മുമ്പ് ഇവരോടൊപ്പം പോയിരുന്നു. അപ്പോൾ അവിടെ നിൽക്കുന്നതിനെക്കാട്ടും നല്ലത് നാട്ടിൽ വന്ന് മുത്തച്ഛനോടും മുത്തശ്ശിയോടും ഒപ്പം കഴിയുന്നതാണ്, അവിടെ നിന്ന് പഠിക്കുന്നതാണെന്നുള്ള തിരിച്ചറിവിലാണ് ആ കുട്ടി. 10 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയാണ്. തിരികെ നാട്ടിലേക്ക് പോകുന്നു. പിന്നീട് ഈ താമസ സ്ഥലത്ത് ഭർത്താവും ഭാര്യയും തനിച്ചാണ്. അവിടെയാണ് മദ്യപിച്ച് ഇയാൾ കാണിച്ചു കൂടുന്നത്. 1 ലക്ഷം രൂപയിലധികം സാലറിയുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലെ ജോലിക്കാരനായിരുന്നു ഇയാൾ. അങ്ങനെയുള്ള ഒരാൾക്കാണ് മകളെ പിടിച്ചു കൊടുത്തത്. അവരുടെ കണ്ണിൽ മകളുടെ സന്തോഷത്തെക്കാൾ ഉപരി അയാൾക്ക് ഒരു ഉയർന്ന ജോലിയുണ്ട്, വിദേശത്താണ് ജോലി, ഇതൊക്കെയായിരിക്കും അവരുടെ പ്രയോറിറ്റി. ശരിക്കും പറഞ്ഞാൽ ഈ കല്യാണത്തിന് മുൻപ് തന്നെ ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് മനസ്സിലാക്കാൻ പരമാവധി ആ ഭാവി ജീവിതത്തിൽ തങ്ങളെ ബാധിക്കുന്നത് എന്തൊക്കെയാണ്, ആ ഒരു പ്രശ്നങ്ങൾ, ആ ഒരു റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വേണ്ട, അതിലേക്ക് അവരെ ആ ജോലി കണ്ടോ അല്ലെങ്കിൽ അവരുടെ സമൂഹത്തിലെ ഒരു സ്ഥാനം അല്ലെങ്കിൽ അതൊന്നും കണ്ടുകൊണ്ട് ഒരു മകളെയും പിടിച്ച് ഇത്തരത്തിലുള്ള ക്രിമിനലുകളുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കരുത്. ഇയാൾ സ്ഥിരം മദ്യപാനിയാണ്. മദ്യപിച്ച് കഴിഞ്ഞാൽ പലർക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് മദ്യം കൺസ്യൂം ചെയ്യുന്ന ഒരാൾ, സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ഒരാൾക്കാണ് ഇത്തരത്തിലുള്ള മാനസിക വിഭ്രാന്തി ഉണ്ടാവുന്നത്. ഇയാൾക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊന്നും ബോധ്യമുണ്ടാവില്ല. ഇയാൾക്ക് അയാളുടെ കാര്യത്തിൽ പലപ്പോഴും തന്നെ ആരെങ്കിലും ആക്രമിക്കാൻ വരുന്നതായിട്ട് തോന്നും. അങ്ങനെ പല ചിന്തകളുണ്ടാവും. ഇത്തരത്തിലുള്ള ചിന്തകൾ, ഈ സംഭവം നടക്കുന്ന 19-ാം തീയതി ശനിയാഴ്ച ഇയാൾ രാത്രി വീട്ടിലിരുന്ന് മദ്യപിച്ചതിന് ശേഷം സുഹൃത്തുക്കളോടൊപ്പം മദ്യപിക്കുന്നതിനായി അജ്മാനിലേക്ക് പോയി തിരികെ പുലർച്ചെ 4 മണിയോടെ വീട്ടിലേക്ക് തിരികെ വരുന്ന സമയത്താണ് ഈ പറയുന്ന അതുല്യ
വീട്ടിലെ കിടപ്പ് മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടതെന്നാണ് ഇയാളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഇത് ഈ തൂങ്ങി മരിച്ച സ്ഥലവും ബെഡും തമ്മിൽ വലിയ ദൂരമില്ല, ഇവർക്ക് കാലത്തുമായിരുന്നു എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. ഇയാൾക്ക് വളരെയധികം ദുഃഖമുണ്ട് പോലും. ഇദ്ദേഹം ഫേസ്ബുക്കിൽ ഇത് കഴിഞ്ഞൊരു പോസ്റ്റ് ഇട്ടു, അത് പോയി ഇനി ഞാനും പോകുന്നു എന്ന് പറഞ്ഞാൽ മരിക്കുമ്പോൾ തീർച്ചയായും ആ ഒരു ഉത്തരവാദിത്വം തന്നിലേക്ക് എത്തും. അതുകൊണ്ട് അത്തരമൊരു ആത്മഹത്യാ ഭീഷണി മുഴക്കിയാൽ ഒരു പരിധിവരെ ആ ഒരു ഭാര്യ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ തനിക്കും ദുഃഖമുണ്ട് എന്നുള്ളൊരു രീതിയിൽ ആൾക്കാരെ അറിയിക്കുക. ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളിലൊക്കെ ഇയാളുടെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നുണ്ട്. അതിലൊക്കെ പറയുന്നുണ്ട് കുഞ്ഞെന്നാണ് വിളിക്കുന്നത് ഭാര്യയെ. അപ്പോൾ അത്രയധികം സ്നേഹമാണ്. ശരിയാണ്, സ്നേഹമായിരിക്കും. പക്ഷേ ഈ മദ്യമാണ് ഇവിടെ വില്ലനായിട്ടുള്ളത്. ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് കുടുംബ ബന്ധങ്ങളോ മറ്റ് ഒരു കാര്യത്തിലും മദ്യപിച്ച് കഴിഞ്ഞാൽ ഒരു ബോധ്യമുണ്ടാവില്ല. ആ ബോധ്യത്തിൽ ശരീരം നോവുമെന്നോ അവർക്ക് മനസ്സ് വേദനിക്കുമെന്നോ അങ്ങനെയുള്ള ചിന്തകളൊന്നും കാണില്ല. അത്തരത്തിലുള്ള ഒരു ഇടപെടലുകളാണ് ഈ അതുല്യ സതീഷ് എന്ന 30 വയസ്സുകാരിയുടെ മരണത്തിൽ കലാശിച്ചിരിക്കുന്നത്. എന്തായാലും ഇയാളുടെ ഈ ഷാർജയിലെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതായത് ഷാർജ പോലീസിൽ ഈ കുടുംബം പരാതി കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഈ കേസ് നടക്കുന്നത് കൊല്ലം തെക്കും ഭാഗം പോലീസിൻ്റെ പരിധിയിലാണ്. അവിടെ അതുല്യയുടെ കുടുംബം എന്തായാലും പരാതി കൊടുത്തിട്ടുണ്ട്. ഇതിൽ 6 വകുപ്പുകൾ പ്രകാരമാണ് ഈ മാരകായുധം കൊണ്ട് മാരകമായി മുറിവേൽപ്പിക്കുകയും അതുകൂടാതെ ഗാർഹിക പീഡനവും അടക്കം 6ഓളം കൊലക്കുറ്റം അടക്കം ചുമത്തിയാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇയാൾ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അറിയുന്നത്. അതുകൂടാതെ ഇത് കരുനാഗപ്പള്ളി ACP അഞ്ജലി ഭാവനയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലൊന്നും ഒരു മകളെ കുടുംബം കൈകാര്യം ചെയ്യരുത്. മകളോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അവിടെ ഭർതൃഗൃഹത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വീട്ടിൽ തങ്ങളോടൊപ്പം വന്ന് നിൽക്കാൻ പറയുക, അല്ലെങ്കിൽ മറ്റൊരു ജോലി കണ്ടെത്തി സ്വന്തം കാലിൽ നിൽക്കുക. ആ അതുല്യയെ സംബന്ധിച്ച് അതുല്യ ഈ അജ്മാനിലെ ഈ ഷാർജയിൽ തന്നെ ഒരു സ്ഥാപനത്തിൽ ഒരു മാളിൽ ജോലി കിട്ടിയിരിക്കുകയായിരുന്നു. അവിടെ തിങ്കളാഴ്ച ജോയിൻ ചെയ്യാനിരിക്കുകയാണ് ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം സ്വന്തമായൊരു ജോലി കിട്ടി സ്വന്തം കാലിൽ നിന്നതിന് ശേഷം ഭർത്താവിൻ്റെ പീഡനം സഹിക്കാതായാൽ അവിടേക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തയായി പോകാം, വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ മുന്നോട്ട് പോകാം എന്നുള്ളൊരു തീരുമാനമായിരിക്കാം എടുത്തിരിക്കുക. പക്ഷേ ഒരു നിമിഷത്തിൽ പിടിവിട്ടു പോയ ഒരു ചിന്തയിൽ നിന്ന് ആ അതുല്യ സതീഷ് എന്ന 30 വയസ്സുകാരി ജീവിതം വലിച്ചെറിഞ്ഞ് പോയിരിക്കുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വളരെ ദാരുണമാണ്. ഇത് സംഭവിക്കുമ്പോൾ മാത്രം അതിനെതിരെ പ്രതിഷേധിക്കാതെ നമ്മുടെ കുടുംബത്തിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കും. നമ്മുടെ കുടുംബത്തിലും ഇത്തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് കുട്ടികളെ നിർബന്ധിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കൂടി മുൻകൂട്ടി കണ്ട് അതിനൊരു സൊല്യൂഷൻ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രശ്ന പരിഹാരം കൂടി പറഞ്ഞു കൊടുക്കാൻ ഈ കുടുംബത്തിലുള്ളവർ തയ്യാറാകണം. സഹോദരനായാലും അച്ഛനായാലും അമ്മയായാലും. അതാണ് ഒരു മകളെയോട് സംബന്ധിച്ച് വിവാഹശേഷമായാലും വിവാഹത്തിന് മുമ്പായാലും അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വിവാഹ സമ്മാനം. ശരി.